ഹലോ കൂട്ടുകാരെ, മഴ തോരും മുമ്പേ നിന്ന് പുതിയ സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് നമ്മുടെ അലീന വല്ലാത്ത വിഷമത്തിൽ നിൽക്കുകയാണ്. ഇന്നലെ അവളുടെ മമ്മിയെക്കുറിച്ച് പറഞ്ഞിട്ട് അവളുടെ മമ്മിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൾ വല്ലാതെ പ്രതികരിച്ചില്ല. അതൊക്കെ ഓർത്ത് അവൾ വല്ലാതെ വിഷമിച്ച് നിൽക്കുന്നതാണ്. പിന്നെ അവൾ റൂമിൽ പോയിട്ട് അവളുടെ മമ്മിയുടെ ഫോട്ടോയിൽ നോക്കിയിട്ട് മമ്മിയോട് ഇങ്ങനെ പറയുന്നുണ്ട്, മമ്മി ഞാൻ എന്താണ്, എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ വയ്യ, ഞാൻ എന്താ വേണ്ടേ പോട്ടെ എന്ന് പറഞ്ഞ് കണ്ണടയ്ക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ മമ്മി അവളുടെ മമ്മി അങ്ങനെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ അത് സാരില്ല, എത്രയായാലും എൻ്റെ പ്രസവിച്ച അമ്മയല്ലേ, നീ അവരോട് ക്ഷമിക്കുക, ബാക്കിയുള്ളവരൊക്കെ എൻ്റെ കൂടപ്പുറപ്പല്ലേ, നിനക്കും അവർക്കും ഇടയിൽ ഒരു കണ്ണാടിയിൽ ഒരു ഭിത്തിയുണ്ട്, അത് നല്ല കട്ടി കൂടുതലാണ്, അത് നമ്മൾ അനുസരിച്ച് പെരുമാറുക, എവിടെ സത്യസന്ധത ഉണ്ടോ അവിടെ എന്തായാലും നമ്മൾ ജയിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവർ കുറച്ച് കഴിയുമ്പോൾ ഒക്കെ ശരിയാവും എന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തുന്നുണ്ട്. പിന്നെ അവൾ കണ്ണടച്ച് തുറക്കുമ്പോൾ മുത്തശ്ശി അവളുടെ അടുത്ത് ചോദിക്കേണ്ടേ, ആരോടാ മോളെ വർത്താനം പറഞ്ഞേ, ഞാനൊന്ന് ഉറങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശി, ഞാൻ എൻ്റെ മമ്മിയോട്, നീ അല്ലേ പറഞ്ഞ മമ്മി മരിച്ചു പോയില്ലേ ചോദിച്ചു. ഞാൻ ആവശ്യമുള്ളപ്പം മമ്മീൻ്റെ മുന്നിൽ വരും, എന്നോട് വർത്തമാനം പറയും, അത് കഴിഞ്ഞാൽ പോകുമെന്ന് പറയും, അത് നല്ലതാണെന്ന് പറയും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പിറ്റേ ദിവസമാണ് അലീന മിറ്റടിക്കുകയാണ്. അലീന മിറ്റടിക്കുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് ഒരു പട്ടിക്കുട്ടി ഇങ്ങനെ കുരയ്ക്കുന്നുണ്ട് ഇവളെ കണ്ടിട്ട്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, അപ്പുറത്തെ വീട്ടിലത്തെ പട്ടിക്കുട്ടിയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ വരാടാ, എന്നെ പരിചയപ്പെടുത്തപ്പെടാ, പിന്നെ വരാട്ടോ, അപ്പോൾ എനിക്ക് നേരമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മഴ വന്ന് ന്യൂസ് പേപ്പർ എറിയുന്നുണ്ട്. അപ്പോൾ അവൾ ന്യൂസ് പേപ്പർ നോക്കുന്ന സമയത്ത് ആ വൈജ അവിടെ നിന്ന് വന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അണക്ക് ന്യൂസ് പേപ്പർ നോക്കലല്ല എൻ്റെ പണി, മിറ്റടിക്കലാണ് എൻ്റെ പണി എന്നൊക്കെ പറഞ്ഞിട്ട് വൈജ അലീനോട് ദേഷ്യപ്പെട്ടിട്ട് ന്യൂസ് പേപ്പർ വാങ്ങിയിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജ അങ്ങനെ നിൽക്കുന്നുണ്ട്, കുഞ്ഞുമോളെ കാത്തിട്ട് അവളെ പിരിച്ചു വിടാൻ വേണ്ടിയിട്ട് കാത്ത് നിൽക്കുന്നുണ്ട്, കയ്യിൽ പൈസയൊക്കെ ആയിട്ട്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രൻ അവളുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇവിടെ നിൽക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ കുഞ്ഞുമോളെ പറഞ്ഞയക്കാണെന്ന്, അവളെ പറഞ്ഞു വിടുകയാണെന്ന്. അപ്പോൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോരെ, ആ കുട്ടിക്കൊക്കെ ഒന്ന് പരിചയമായിട്ട് പോരെ പറയും. ഇത് വല്ല മെക്കാനിക്ക് പണിയൊന്നും അല്ലല്ലോ അറിയാൻ വേണ്ടിയിട്ട്, ഇത് വീട്ടുജോലിയല്ലേ, അത്ര അറിഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് കുഞ്ഞുമോൾ വരുന്നുണ്ട്, ബാഗൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുമോളോട് പറയുന്നുണ്ട്, എന്താടി എൻ്റെ ബാഗിൽ നിന്ന്, ഇതിൽ കുറച്ച് സ്വർണ്ണവും കുറച്ച് പൈസയൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താടി നീ കളിയാക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുമോൾ വേഗം അവൾ വൈജയുടെ മുന്നിലേക്ക് ബാഗ് ഇട്ടിട്ട്, മാഡം തന്നെ പരിശോധിച്ചോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അലീനെ വിളിക്കേണ്ട, അലീനയും കുലീനെയൊന്നും വിളിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പരിശോധിച്ചോളി, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവളെ പൈസ കൊടുത്ത് ഒഴിവാക്കുക പറയുന്നുണ്ട്. അപ്പോൾ അവൾ പൈസ കൊടുക്കുന്നുണ്ട്. പൈസ കൊടുക്കുമ്പോൾ ഇവിടെ എണ്ണുണ്ട്, എന്താ അതിൽ 200 രൂപ കൂടുതലുണ്ടല്ലോ പറയുന്നുണ്ട്. അപ്പോൾ ഇത് അണക്ക് വേണ്ടിയിട്ടുള്ള കൂടുതൽ അണക്ക് എൻ്റെ അഹങ്കാരത്തിനുള്ളതാ പറയുന്നുണ്ട്, ഇത് മാഡത്തിനാണ് കൂടുതൽ ചേരുക എന്ന് പറഞ്ഞിട്ട് അവൾ 200 രൂപ വൈജയുടെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കുഞ്ഞുമോൾ അലീനോട് യാത്ര പറയുകയാണ്, ഇങ്ങനെ അവൾ പോവുകയാണെന്ന് പറഞ്ഞിട്ട്. അലീന ചവിട്ടിയൊക്കെ കൊടയാണ്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, ഞാൻ പോവുകയാണ്. അപ്പോൾ ചേച്ചി പോവുകയാണ്, ഇനി എവിടേക്കാണ് പോവുക, എനിക്ക് ഇതിലേക്കേറെ നല്ല വീടും നല്ല ശമ്പളം കിട്ടുന്ന വീടുണ്ട്, നീ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട എന്ന് പറയും. നീ ഇവിടെ നിൽക്കുമ്പോൾ നീ ശ്രദ്ധിച്ച് നിന്നോ, ഇവിടെ പൈസയൊക്കെ ഉള്ള ആൾക്കാരെയാണ് കൂടുതൽ പേടിക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അവരുടെ ഉള്ളിൽ ചെന്നാൽ ഒക്കെ ഭയങ്കര പേടിക്കാനുള്ളതാണ്, അതുകൊണ്ട് നീ നേരെ ശ്രദ്ധിച്ചിരുന്നോ എന്നൊക്കെ പറയുന്നുണ്ട് അവളോട്. അപ്പോൾ അവളോട് പറയുന്നുണ്ട്, നിൻ്റെ തൊലി വെളുപ്പും ഇതൊക്കെ കണ്ട ആൾക്കാർക്ക് ഓരോന്ന് തോന്നും, അതുകൊണ്ട് എപ്പോഴും നീ ശ്രദ്ധിച്ചിരുന്നോ, നീ ആദ്യമായിട്ട് വീട്ടിൽ പണിക്ക് നിൽക്കുക എന്നല്ലേ പറഞ്ഞ്, അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടൊക്കെ നിന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ആകെ പേടിയാണ് കേൾക്കുമ്പോൾ. പിന്നെ അവൾ അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് വൈജ അവളോട് പറയുന്നുണ്ട്, ഇതാണ് അടുക്കള, ഇവിടെയാണ് എല്ലാം ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളപ്പം മുട്ടക്കറിയൊക്കെ വേണം, ബീഫും ഒക്കെ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. ഉച്ചയാകുമ്പോഴേക്കും പുളിശ്ശേരി രസം ഒക്കെ വേണം, രാത്രിക്ക് ചപ്പാത്തിയും ചോറും വെജിറ്റബിൾ കറിയും ബീഫും ചിക്കനും ഒക്കെ വേണമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ തിന്നാൻ, അതിന് ഞാൻ കണക്കൊന്നും പറയില്ല പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് ഒരിത്തിരി ചോറും മോരും കിട്ടിയാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നീ അത്ര പിശുക്കിയിട്ട് ഇവിടെ ഉണ്ടാക്കുകയൊന്നും വേണ്ട, അണക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ കഴിക്കാം, വൈജ ഏത് പണിക്കാർക്കും പട്ടിണി ഇടാറില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൾ ആന്ന് പറയുന്നുണ്ട്. പിന്നെ വൈജാലിനോട് പിന്നെ അതും പറയുന്നുണ്ട്, നീ ഒരിക്കലും നിൻ്റെ അനാഥാലയത്തിലെ പോലെ കഞ്ഞിയും പയറൊന്നും ഇവിടെ ഉണ്ടാക്കണ്ട, ഒക്കെ നന്നായിട്ട് നേരെ ഉണ്ടാക്കി തരണം, നോക്കട്ടെ നാളെ മുതൽ നീ എങ്ങനെ ഉണ്ടാക്കണം, എനിക്കത് വല്ലതും ഉണ്ടാക്കാൻ അറിയുമോ എന്നൊക്കെ പറയുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, ഒക്കെ എനിക്കറിയാം, ഞാൻ എല്ലാം ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. പിന്നെ വൈജാലിനോട് പറയുന്നുണ്ട്, പിന്നെ പ്രത്യേകം ഒരു കാര്യം, നീ ബാലചന്ദ്രനോട് കൂടുതൽ വർത്തമാനം പറയാൻ പോരുത്, നീ ഒരു പരിധിക്കേ നിൽക്കാൻ പാടില്ല, ഒരു പണിക്കാരത്തിയോട് ഞാൻ അങ്ങനെ പറയാറുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം മാഡത്തിന് എന്നെക്കുറിച്ച് അറിയാഞ്ഞിട്ടാ, ഞാൻ അങ്ങനത്തതൊന്നുമല്ല, ഞാൻ എന്താണെന്ന് മാഡത്തിന് അറിയാൻ ാണെന്ന് പറയുന്നുണ്ട്. അത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതുപോലുള്ള എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.